എത്ര നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിലും രാവിലത്തെ തിരക്ക് അതൊരു വേറെ തന്നെയാണ് അല്ലേ. അതോ മഴയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എണീക്കാൻ തോന്നില്ല, എന്നാലും എണീക്കാതിരിക്കാൻ വയ്യല്ലോ. നിസ്കരിക്കും അതൊക്കെ വേണ്ട. പിന്നെയാണെന്നുണ്ടെങ്കിൽ മദ്രസയ്ക്ക് പോകണം, സ്കൂൾക്ക് പോകണം, ഇക്കാക്ക് പോകണം. അപ്പം പിന്നെ നമ്മൾ നേരത്തെ എണീക്കില്ലാതെ നിവർത്തിയില്ലല്ലോ. എന്ത് തലകുത്തി മറിഞ്ഞാലും ഞാൻ നേരത്തെ എണീറ്റിട്ട് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു ഭാഗത്ത് കിടക്കുള്ളൂ. എത്ര കാലിന് വെരിക്കോസ് ഉണ്ട്, വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പണി അങ്ങനെ എടുക്കും. പണി അവിടെ ഇട്ടിട്ടുള്ള എടുത്ത് എനിക്കൊരു സുഖം കിട്ടില്ല കേട്ടോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ അതെ പതിവ് പോലെ തന്നെ ഞാൻ എൻ്റെ ഓത്തുന്ന സ്കാരൊക്കെ കഴിഞ്ഞോടത് അടുക്കളയിലെത്തി. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് എണീക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിസ്കരിക്കണം, ഓതണം, അതുപോലെ തന്നെ ഇക്കാനെയും പിന്നെ ഷിബിലിമോനും ഫിനിമോളൊക്കെ പറഞ്ഞയക്കണം. അവർ പോകുമ്പോഴേക്കൊക്കെ റെഡി ആവണ്ടേ. അപ്പോൾ പിന്നെ എണീക്കല്ലാതെ നിവർത്തിയില്ലല്ലോ. അപ്പം രാവിലെ എണീറ്റ് പാടെ അടുക്കളയിൽ വന്നോട്ട് തുമ്മാണ് കേട്ടോ. എനിക്ക് അലർജി പ്രശ്നമുള്ളതാണ്. ഡോക്ടറെ കാണിച്ച് മാറിയതായിരുന്നു, വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പത്തിന് മാവ് അരച്ചതായിരുന്നു, നല്ലോണം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുടിക്കാനുള്ള വെള്ളവും വെച്ചു. പിന്നെ കറിക്കുള്ളതാണ് കേട്ടോ ആദ്യം റെഡിയാക്കുന്നത്. കറി ആദ്യം തന്നെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാനെ ആദ്യം പറഞ്ഞേക്കല്ലോ. അപ്പോൾ കറി ഒന്ന് അങ്ങോട്ട് ആദ്യം തന്നെ വെക്കുകയാണ്. അപ്പോൾ പൊട്ടാറ്റോ കറിയാണ്. 2 പൊട്ടാറ്റോയും അതുപോലെ തന്നെ 2 ഉള്ളിയും 1 തക്കാളി 2 പച്ചമുളകും ഒക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഉടച്ചിട്ടൊരു കറി വെക്കാമെന്ന് വെച്ചു. വെള്ളപ്പത്തൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള കറികൾ പിന്നെ കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി ഉപ്പും, പിന്നെ ഒരു ഇത്തിരി മല്ലിപ്പൊടിയും, പിന്നെ ഇത്തിരി ചിക്കൻ മസാലയും കൂടിയിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചുകൊണ്ടാണ് പിന്നെ ഈ കറി വെക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. ഒരു ലൈക്ക് പിന്നെ ആ സ്പോട്ടിൽ തന്നെ കൊടുക്കണ്ട, നിങ്ങൾ കൊടുക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യണേ. പിന്നെ അതെ വെള്ളപ്പം ഞാൻ ആദ്യം തന്നെ ചട്ടിയിലാണ് പറയുക. അപ്പോൾ ചട്ടീൻ്റെ ചൂട് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ലോണം പെരക്കല്ല കേട്ടോ വെള്ളപ്പം. അപ്പോൾ പിന്നെ ഫസ്റ്റ് അങ്ങനെ മതിയെന്ന് വെച്ചു. നമ്മൾ നേരം പോലത്തെ ഒരു പണി 2 പണിയൊന്നും അല്ലല്ലോ എടുക്കണല്ലേ. അപ്പോൾ പിന്നെ ചട്ടി ചൂട് കൂടുതലാവും, കരിയും ഒക്കെ ചെയ്യൂലേ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, നമ്മൾ ഒരാളെല്ലാം അടുക്കളയിൽ എടുക്കാനുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ മതിയല്ലേ. പിന്നെ ഒരു ചെറിയ പാന് വെച്ചിട്ട് പപ്പടവും പൊരിക്കട്ടെ. ഷിബിലി മോനിക്ക് സ്കൂളിലുള്ളതാണ്. അപ്പോൾ ഒക്കെ പെട്ടെന്ന് തന്നെ ആക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു പണി 2 പണിയൊന്നുമല്ല കേട്ടോ രാവിലെ നേരം വെളുത്താൽ എടുക്കുന്നത്. മക്കൾ നേരം വെളുത്താൽ സ്കൂൾക്ക് പോകുന്ന ആ ടൈമിൽ ഭയങ്കര ഒരു തിരക്കായിരിക്കുമല്ലേ. അതുപോലെ പിന്നെ സ്കൂൾക്ക് മക്കൾക്ക് ചോറ് കൊടുത്തയക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടില്ല. ചില കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് വാങ്ങും. ചില സ്കൂളിലൊക്കെ ചോറുണ്ടാവും. നമ്മൾ ഫിനിമോൾക്കും ഷിബിലിമോനിക്കും സ്കൂളിൽ ചോറുണ്ട്. പക്ഷേ ഷിബിലിമോന് 9ലായ കാരണം മറ്റുള്ള ക്ലാസ്സുകൾക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് കറിയൊക്കെ കുറവാകും, പിന്നെ ചിലപ്പം കിട്ടൂല. അപ്പോൾ പിന്നെ അങ്ങനെ ആകുമ്പോൾ അതിൽക്കും നല്ലത് നമ്മൾ കൊടുത്തയക്കല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഈ വീട്ടിൽ നിന്ന് കൊടുത്തേക്കുന്നത്. ഫിനിമോൾക്ക് പിന്നെ അവന് എന്താണോ കൊണ്ടുവന്നത് അപ്പോൾ അവൾക്കൊരു പൂതിയാണ്. അപ്പോൾ അവൾക്കും പിന്നെ അവിടെ കൊടുത്തു വിടും. ചില ദിവസം ഫിനിമോൾ അധികവും അവിടുന്ന് വാങ്ങും ചെയ്യും കേട്ടോ. ഷിബിലിമോന് പിന്നെ ഡെയിലി കൊണ്ടുപോകാൻ തന്നെയാണ് ചെയ്യാറ്. അഥവാ സ്കൂളിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പാവല്ലേ അല്ലേ. രാവിലെ ചായയും കുടിച്ച് പോണതല്ലേ, ഉച്ചയാകുമ്പോഴേക്കും അവർക്കും ഉണ്ടാവില്ല വിശപ്പ്. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തയക്കും. അപ്പോൾ ഏതായാലും പപ്പടം പൊരിക്കല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കുള്ളതും കൂടി പൊരിക്കുന്നു കേട്ടോ. ഈ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തണുത്ത് പോകുമൊന്നുമില്ല കേട്ടോ. പിറ്റേ ദിവസം വരെയും ഇങ്ങനെ ഇരിക്കും കേട്ടോ, അതുപോലെ ഇരിക്കും, പെട്ടെന്നൊന്നും ചൂടാറൊന്നുമില്ല. നല്ല പാത്രം കേട്ടോ. ഞാൻ എപ്പോഴും പറയാമല്ലേ, നമ്മൾ ഷിബിലിമോനിക്കും ഫിനിമോൾക്കും മദ്രസയിൽ നിന്ന് നബിദിനത്തിന് സമ്മാനം കിട്ടിയ പാത്രമാണേ. അതിൻ്റെ ഇടയിലൂടെ വന്നിട്ട് കറി ഒന്ന് വറവിടാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് വറവിട്ടെടുത്തു. ചിക്കൻ മസാലയും പിന്നെ മല്ലി മസാലയും അതുപോലെ തന്നെ 2 ഏലക്കായും പട്ടയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് ഈ കറിക്ക് കിട്ടും കേട്ടോ. അപ്പോഴേക്ക് ഇത് പിന്നെ വെള്ളപ്പവും റെഡിയായി, കറിയും റെഡിയായി. കടി ഉണ്ടാക്കിയത് കുറച്ച് ഓവറായിക്കണം കേട്ടോ. എന്നാലും ഞാൻ പിന്നെ അത് അങ്ങോട്ടാണ് ഉണ്ടാക്കി. വൈകുന്നേരം പിന്നെ കഴിച്ചോളൂ എന്ന് വിചാരിച്ചു. പിന്നെ അത് പുറത്താണെന്നുണ്ടെങ്കിൽ നല്ലോണം മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ വെയിലുണ്ട്, എന്നാലും ചില സമയത്ത് രാവിലെയൊക്കെ മഴയുണ്ടല്ലേ. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലേ. മഴയ്ക്ക് മഴയും വേണ്ടേ, വെയിലിന് വെയിലും വേണ്ടേ. നമ്മളവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ മുറ്റത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിവിടെ പാത്തി വെക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഇവിടേക്ക് വെള്ളം ഇങ്ങനെ വരുന്നത്. കുറച്ചൊക്കെ മുറ്റത്ത് വെള്ളം കിടക്കണ്ടേ. എന്താ റോഡ് കണ്ടില്ലേ, ഇച്ചൊക്കെ കുറേയൊക്കെ പോയതായിരുന്നു കേട്ടോ. വെയിലുദിച്ചതിന് ശേഷം വീണ്ടും ഇത് വരുന്നുണ്ട്. പിന്നെ ഞാൻ 2 ദിവസം മുന്നേ ഒരു വ്ളോഗ് ചെയ്തിരുന്നില്ല, റോഡ് ക്ലീൻ ആക്കണം. അതിലും പിന്നെ കുറേ കച്ചറകളൊക്കെ പോകുന്നുണ്ട്. എനിക്ക് വെയ്ക്കണ പോലൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്യും കേട്ടോ. എനിക്ക് നമ്മുടെ വീടും പരിസരവും കിടക്കുമ്പോൾ തന്നെ കേട്ടോ നമ്മുടെ റോഡും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ക്ലീൻ ആക്കി എടുക്കും. അപ്പോഴേക്കും ഷിബിലി മോന് വന്ന് ചായ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ അതേ കറിക്കുള്ളത് റെഡിയാക്കുകയാണ്. കറി കുമ്പളങ്ങ കറി കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള കുമ്പളങ്ങ തന്നെയാണ്. ഇത്തിരി പരിപ്പും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത കുമ്പളങ്ങയും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ഇട്ടുകൊണ്ട് അതൊന്ന് കറി വെക്കാൻ വേണ്ടി വെക്കുകയാണ്.
അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഓരോ വീഡിയോക്കും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറയാണ്ട്. ഇനി തുടർന്ന് നമ്മുടെ വീഡിയോക്കൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അങ്ങനത്തെ കുമ്പളങ്ങ കറിയൊക്കെ പിന്നെ ഈസി വെക്കുമ്പോൾ തന്നെ വെച്ചു. അപ്പോഴേക്കും ഷിബിലിമോൻക്ക് പോകാനുള്ളത് റെഡിയാക്കണ്ടേ. അപ്പോൾ അവനക്ക് വെള്ളപ്പായപ്പോൾ പിന്നെ വെള്ളപ്പം മതിയെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു 4 അതുപോലെ തന്നെ കറി അങ്ങോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഏതായാലും ഷീപ്പിന് മോൾക്കുള്ളതാക്കല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഫിനുമോൾക്കും കൂടി ഉള്ളതുകൊണ്ട് ആക്കി കൊടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ പണിയെടുക്കല്ലേ. അവൾക്ക് പിന്നെ ഞാൻ നല്ലോണം ചെറുതാക്കിയിട്ടൊക്കെയാണ് കേട്ടോ വെച്ച് കൊടുക്കാറ്. ഇവിടെ ഒരു കാര്യം സംഭവിച്ചു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ 2 പേർക്കുള്ളത് ഇങ്ങനെ ആക്കിയിട്ട് ആ സ്പോട്ടിൽ തന്നെ ഞാൻ ടേബിൾമ കൊണ്ടുവച്ചു. ഷിബിലി മോനാണെന്നുണ്ടെങ്കിൽ അവൻ അറിഞ്ഞില്ല കേട്ടോ അവനക്ക് കൂട്ടാൻ അതിലുള്ളത്. അവൻ്റെ കറിയും അതുപോലെ തന്നെ ഫിനുമോൾക്കുള്ളതും കൂടി രണ്ടും കൊണ്ടുപോയി. ഫിനുമോളെ പാത്രം എടുത്ത് നോക്കുമ്പോഴാട്ടോ അറിയുന്നത് അവന് 2 പാത്രം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അവന് കൊണ്ടുപോക്കട്ടെ വിചാരിച്ചു അവൾക്ക് പിന്നെ വേറെ ആക്കി കൊടുത്തു. അങ്ങനെ ഷിബിലി മോന് പോയി. പിന്നെ ഇത് കറിക്കുള്ളത് റെഡിയാക്കാണ്. കുമ്പളങ്ങൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയിട്ട് പിന്നെ കുറച്ച് തൈരും ഒഴിച്ചു. പിന്നെ 2 ചെറിയ ജീരകവും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊണ്ട് അതൊന്ന് പിന്നെ അരച്ചെടുത്തു. മത്തൻ്റെ ഉപ്പേരിക്കുള്ള റെഡിയാക്കുകയാണെങ്കിൽ കുറച്ച് തേങ്ങയും 5-6 ചീനമുളകും അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോഴേക്കത് നമ്മുടെ കുമ്പളങ്ങക്കറി വേവിക്കാൻ വെച്ചിരുന്നില്ലേ അതത് വിസിലൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങ അരച്ച പേസ്റ്റില്ലേ അതൊന്ന് ഒഴിച്ച് കൊടുത്തു. പിന്നെ തൈരുള്ളതുകൊണ്ട് തന്നെ തേങ്ങ ഒഴിച്ച് കൊടുത്തപ്പോഴേന് നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ വെക്കുന്നത്. തൈര് ഒഴിച്ചിട്ട് കുമ്പളങ്ങക്കറി വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റും കൂടിയല്ലേ. അതിലേക്ക് ബീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറായില്ലേ. ബീഫൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്താ അപ്പോഴത്തെ ആ സിറ്റുവേഷനിലുള്ളത് അത് മതി കേട്ടോ നമുക്ക്. പിന്നെ അതേ ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലയും അതുപോലെ തന്നെ 2 വറ്റമുളകും കൂടിയിട്ടുണ്ട് അതൊന്ന് വറവിട്ടെടുത്തു. നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുമ്പളങ്ങ കറിയൊക്കെ ആകുമ്പോൾ കുറച്ചിങ്ങനെ ഇരുന്ന് പിടിക്കണമല്ലേ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയായിരിക്കും അല്ലേ. ഇന്ന് വെച്ച് നാളേക്കൊക്കെ കുമ്പളങ്ങ കറി പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. പിന്നെ അതേ ഒരു പാനിൽ മത്തൻ്റെ ഉപ്പേരി വെക്കുകയാണ്. ഒരു വലിയ ഉള്ളിയും അതുപോലെ തന്നെ 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിരുന്നു. അതൊന്നത് നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം മത്തൻ്റെ ചെറുതായി പീസാക്കി എടുത്തതായിരുന്നു കേട്ടോ. അതും കൂടി അതിൽക്കൊന്ന് ഇട്ട് കൊടുത്തു. ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കട്ടെ. മത്തൻ്റെ ആകുമ്പോൾ തന്നെ കൂടുതൽ വേവുണ്ടാവുമല്ലോ. ചീരൻ്റെ എൻ്റെ പോലെ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതൊന്ന് മൂടി വെച്ചുകൊണ്ട് പിന്നെ അത് അടുത്ത പണി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ. പിന്നെ ചോറ് ഞാൻ കുറച്ച് കുക്കറിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതേതായാലും നമുക്ക് വേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്തു. ചെമ്പട്ടിയിൽ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി എടുത്തത് ഉഷാറായില്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മത്തൻ്റെ അത്യാവശ്യത്തിന് വേവൊക്കെ ആയിട്ടുണ്ട്. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. നമ്മൾ പിന്നെ ക്രഷ് ചെയ്തെടുത്ത തേങ്ങയുടെ പേസ്റ്റില്ലേ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തു. ചീനമുളകായതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ടപ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ലല്ലോ ചീനമുളകിന് കിട്ടല്ലേ. അങ്ങനെ അതും റെഡിയാക്കി എടുത്തു. പിന്നെ അത് ഗ്യാസ് അടുപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ചെടുത്ത് ചൂടുണ്ട് കേട്ടോ. എന്നാലും എനിക്കിങ്ങനെ കിടക്കുമ്പോൾ എന്തോ പോലൊക്കെ തോന്നും കേട്ടോ. അപ്പം ഞാൻ കഴിയണ പോലൊക്കെ ചൂടായാലും വേണ്ടിയില്ല. അപ്പം ഞാൻ ആ സ്പോട്ടിൽ തന്നെ തുടച്ചെടുക്കാറാണ്. മറ്റേ അടുപ്പ് പിന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ റിങ്ങൊക്കെ എടുത്തുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ തുടച്ചെടുക്കണം. അത് പിന്നെ ചെയ്യല്ലോ എന്ന് വെച്ചു. പിന്നെ മീൻ പൊരിച്ചെടുക്കാണ്ട് ഒരു ഇത്തിരി ഓയിലാണ്ട് ചൂടായതിന് ശേഷം അതിന് വേപ്പിലാണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ മീൻ നെട്ടർ മീനായിരുന്നു കേട്ടോ. ഇത് ഇക്ക പീസാക്കി കൊണ്ടുവന്നതായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കത് ലാഭം കിട്ടിയിട്ട് മുറിക്കാൻ അങ്ങനത്തെ അതവിടെ ഇട്ടുകൊണ്ട് പിന്നെ തുടക്കാനൊരുങ്ങി. ഏകദേശം തുടക്കലൊക്കെ അവിടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ മതിയല്ല അല്ലേ. എന്നും നമ്മൾ ഒരുപോലെ തന്നെ കാണിച്ചാൽ വീഡിയോ രസം ഉണ്ടാവില്ലേ. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഫിനുമോൾ മദ്രസയിൽ നിന്ന് വരവ് സ്കൂൾക്ക് പറഞ്ഞേക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മുടെ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ. പിന്നെ വീഡിയോയുടെ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ കൂടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് 9:30 മണിയായപ്പോഴേക്കും നമ്മുടെ അടുക്കള പണികൾ എല്ലാം കഴിഞ്ഞു. എന്താ കണ്ടില്ലേ ഒക്കെ ഉഷാർ. ഇത് തിളപ്പിച്ചറിയ വെള്ളമാണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.